اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم كلا إن الإنسان ليطغى أن رآه استغنى. ലോകം മുഴുവനും അന്ധകാരം നിറഞ്ഞു നിന്നൊരു സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അന്ത്യപ്രവാചകത്വത്തിന്റെ സമുന്നത സ്ഥാനവും നൽകി ഈ ലോകത്തേക്ക് അയച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അവതരിച്ച ആദ്യത്തെ ആയത്തുകളാണ് ഇപ്പോൾ ഓതപ്പെട്ടത്. ഇഖ്റ, താങ്കൾ പാരായണ പഠനങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുക. ബിസ്മി റബ്ബിക്, എല്ലാം പഠിച്ച് പരിപാലിക്കുന്ന രക്ഷിതാവിന്റെ നാമത്തിൽ അവന് പൊരുത്തമായ കാര്യങ്ങൾ അധികമായി പാരായണം ചെയ്യുക, പഠിക്കുക. ഖലഖൽ ഇൻസാന മിൻ അലഖ്, പടച്ചവൻ ഇത്ര സുമുഖനും സുന്ദരനുമായ മനുഷ്യനെ വെറും അട്ടയെ പോലെ നിസ്സാരമായ ഒരു രക്തക്കട്ടയിൽ നിന്നുമാണ് പടച്ചത്. ഇഖ്റ, പ്രിയപ്പെട്ട നബിയെ, പാരായണ പഠനങ്ങൾ നിരന്തരം നിലനിർത്തുക. വറബ്ബുക്കൽ അക്രം, താങ്കളുടെ രക്ഷിതാവ് വലിയ ഔദാര്യവാനാണ്. അല്ലദീ അല്ലമ ബിൽ ഖലം, തൂലിക കൊണ്ടാണ് പടച്ചവൻ മനുഷ്യനെ പഠിപ്പിക്കുന്നത്. അല്ലമൽ ഇൻസാന മാ ലം യഅലം, പടച്ചവൻ മനുഷ്യൻ അറിയാത്ത ധാരാളം കാര്യങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു. ഇതാണ് ആദ്യം ഇറങ്ങിയ ആയത്തുകൾ. അതിനുശേഷം കുറെ കഴിഞ്ഞിട്ടാണ്, പല ആയത്തുകൾക്ക് ശേഷമാണ് അടുത്ത ആയത്തുകൾ ഇറങ്ങുന്നത്. പരിശുദ്ധ ഖുർആനിന്റെ ഘടനയും അല്ലാഹു തആല തന്നെ നൽകിയതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ആയത്ത് ഇറങ്ങുമ്പോൾ സഹാബാക്കളോട് ഇത് അവിടെ വെക്കുക എന്ന് കൽപ്പിക്കുമായിരുന്നു. എത്ര ഉജ്ജ്വലമായ ബന്ധമാണ്. കല്ലാ, കാര്യം ഇങ്ങനെയെല്ലാമാണെങ്കിലും മറ്റൊരു വശവും കൂടിയുണ്ട്. പടച്ചവന്റെ നാമത്തിൽ പടച്ചവന് പൊരുത്തമായ കാര്യങ്ങൾ മനുഷ്യൻ പഠിച്ചു കഴിഞ്ഞാൽ വെറും നിസ്സാരനായ നിലയിൽ പടയ്ക്കപ്പെട്ട മനുഷ്യൻ ഇമാം ഗസാലിയായി, ഇമാം റാസിയായി, ഇമാം ഹസൻ ബസരിയായി വലിയ വലിയ മഹാത്മാവായി മാറുമെങ്കിൽ ഇതിന് മറ്റൊരു വശവും കൂടിയുണ്ട്. ഇങ്ങനെ മനുഷ്യൻ പഠിച്ചില്ലെങ്കിൽ ഇന്നൽ ഇൻസാൻ, ഇതേ മനുഷ്യൻ ലയത്തുക, വളരെ വഴിപിഴച്ചു പോകും. അൻ റആഹു ഇസ്തഗ്ന, എനിക്കാരെയും ആവശ്യമില്ല എന്ന ധാരണയിലൂടെ. ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയാണ് അവതരിച്ചത്. തങ്ങൾ പരിപൂർണമായി പാലിക്കുകയും ചെയ്തു. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ആയത്തുകൾ ആ കാലഘട്ടത്തിലെ വലിയ ജീനിയസായ അബൂജഹലിനെ പറ്റിയാണ് ഇറങ്ങിയിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയും ചീത്ത വിളിക്കുകയോ ഇരട്ടപ്പേര് വിളിക്കുകയോ ചെയ്യുകയില്ല. പക്ഷെ ഒരു വ്യക്തിയെപ്പറ്റി തങ്ങൾ പറഞ്ഞു അബൂജഹൽ എന്ന്. വിവരം കെട്ട വ്യക്തി, വിവരം കെട്ടവരുടെ വാപ്പ. അയാൾ വിവരം കെട്ട ആളുമല്ലായിരുന്നു, അപാര ബുദ്ധിമാനാണ്.
വലിയ കൂർമ്മ ബുദ്ധിയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹുവേ, നീ ഒന്നുകിൽ അതിബുദ്ധിമാനായ അംർ ബിൻ ഹിഷാം, അയാളാണ് അബൂജഹൽ, അയാളെ കൊണ്ട്, അല്ലെങ്കിൽ വലവും മെടവും നോക്കാതെ സത്യത്തിനു വേണ്ടി പോരാടുന്ന ഉമർ ബിൻ ഖത്താബിനെ കൊണ്ട് എന്നെ സഹായിക്കണം. നബി തങ്ങളുടെ പ്രത്യേക നോട്ടം, പ്രതീക്ഷ അയാളിലുണ്ടായിരുന്നു. പക്ഷെ ഭാഗ്യം കെട്ടവൻ അപകടത്തിൽ വീണു. അതേസമയം തങ്ങളുടെ നോട്ടം ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൽ പതിച്ചു. വലിയ ബുദ്ധിയില്ല, വലിയ കഴിവൊന്നുമില്ല. പക്ഷേ നബി തങ്ങളുടെ നോട്ടം കിട്ടി. അതിനനുസരിച്ച് മുമ്പോട്ട് കടന്നു വന്നു. അല്ലാഹു തആല മുൽഹമാക്കി. ഉമർ റളിയല്ലാഹു അൻഹു ഒരു കാര്യം വിളിച്ചു പറയുന്നു. തൊട്ടടുത്തതിന് ആയത്ത് അതുമായി ബന്ധപ്പെട്ടിറങ്ങുകയാണ്. മുവാഫഖാത്ത് ഉമർ എന്ന് പറഞ്ഞ് ഹദീസിലെ കിതാബിൽ പ്രത്യേക അധ്യായമുണ്ട്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് യോജിച്ചിറങ്ങിയ ആയത്തുകൾ. സഹാബാക്കളെല്ലാം വലത്തോട്ട് തിരിഞ്ഞു നിൽക്കുന്നു, ഉമർ റളിയല്ലാഹു അൻഹു ഇടത്തോട്ട് തിരിഞ്ഞു നിൽക്കുന്നു. ഖുർആൻ ആയത്ത് ഉമർ റളിയല്ലാഹു അൻഹു അനുകൂലമായിട്ട് ഇറങ്ങുന്നു. ഇതാണ് സഹോദരങ്ങളുടെ ഇൽമിന്റെ മഹത്വം. ചുരുക്കത്തിൽ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങിയ ആദ്യത്തെ ആയത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ ഇൽമ് എന്ന ഒരു പ്രകാശം കത്തിച്ചുകൊണ്ട് വിവിധങ്ങളായ പരിശ്രമങ്ങൾ നടത്തുകയുണ്ടായി. വെറും ഒറ്റ പരിശ്രമമല്ല, ഇൽമ് എന്ന ഒരു പ്രകാശം കത്തിച്ചു വെച്ച് അതിന്റെ വെളിച്ചത്തിൽ വിവിധ പരിശ്രമങ്ങൾ നടത്തി. ഒന്നാമത്തെ പരിശ്രമം ഇൽമിന്റെ പരിശ്രമം തന്നെ. നിരന്തരം പഠിക്കുന്നു, പഠിപ്പിക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അരികിൽ നിന്നും പഠിക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹു നേരിട്ട് എത്തിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ പഠിക്കുന്നു. വലിയ ത്യാഗത്തോടുകൂടി പഠിക്കുന്നു. ത്യാഗം കൂടിയപ്പോൾ അള്ളാഹു പറഞ്ഞു ത്യാഗം കുറച്ച് കുറയ്ക്കാൻ പറഞ്ഞു. അതിനുശേഷം നിരന്തരം പഠിപ്പിക്കുന്നു. ഓരോ നമസ്കാരങ്ങൾക്ക് ശേഷം പഠിപ്പിക്കുന്നു. ഒരാൾക്ക്, 2 പേർക്ക്, 3 പേർക്ക്, എല്ലാവരെയും പഠിപ്പിക്കുന്നു. നിങ്ങൾ ഹദീസ് ശ്രദ്ധിച്ചു കാണും. 1 വരി, 2 വരി, 3 വരി. 1 മണിക്കൂർ നീണ്ട പ്രഭാഷണം ഹദീസിൽ വളരെ കുറവാണ്. നിരന്തരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ആണുങ്ങൾക്ക് പഠിപ്പിക്കുന്നു, പെണ്ണുങ്ങൾക്ക് പഠിപ്പിക്കുന്നു. ഇതുപോലെ ഇതിന്റെ കീഴിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് നടത്തി. ഈ ഇൽമിന്റെ കീഴിൽ വിവരമില്ലാതെ എന്തെങ്കിലുമല്ല, അലാ ബസീറ, പരിപൂർണ അറിവോടുകൂടി പരിശുദ്ധ ഖുർആനിലേക്ക്, ഹദീസിലേക്ക്, അള്ളാഹുവിലേക്ക് ദഅവത്ത് നടത്തി. ഒരാള്, 2 പേരെ, വീട്ടിൽ, നാട്ടിൽ, സ്നേഹിതരിൽ, ശത്രുക്കളിൽ എല്ലാവരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലേക്ക് ക്ഷണിക്കുമായിരുന്നു, ഇൽമിലേക്ക് ക്ഷണിക്കുമായിരുന്നു. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തസ്കിയത്തിന്റെ പരിശ്രമം നടത്തി. നമ്മളുടെ മനസ്സിലുണ്ടാകാൻ സാധ്യതയുള്ള രോഗങ്ങളെ കണ്ടെത്തി അതിനെ തന്ത്രപരമായി ശുശ്രൂഷിക്കുന്നു. ജനങ്ങളോട് നല്ല നിലയിൽ നിസ്കരിക്കാൻ പറയുന്നു, അധികമായി ദിക്ർ ചെല്ലാൻ പറയുന്നു. പാപത്തിലേക്ക് പോകുന്ന മനുഷ്യനെ നേരെ തന്ത്രപരമായി തിരിച്ച് നന്മയിലേക്ക് വിടുന്നു. ഓരോരുത്തരുടെ രോഗങ്ങളും അവരുടെ അരികിൽ ഇരുന്ന് സ്നേഹത്തിൽ മനസ്സിലാക്കി തങ്ങൾ ചികിത്സിക്കുന്നു. വലിയ മുസക്കിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുകൂടാതെ വേറെയും സേവനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം കാര്യങ്ങൾ ഇതിന്റെ കീഴിൽ പ്രവർത്തിച്ചു. തങ്ങളൊരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു. ജനങ്ങളുടെ ആവശ്യങ്ങൾ നോക്കിയിരുന്നു, അത് നിർവഹിക്കാൻ പരിശ്രമിച്ചിരുന്നു. മദീനയിലെ പാവപ്പെട്ട സ്ത്രീകൾ പോലും എന്തെങ്കിലും ആവശ്യമെന്നാൽ തങ്ങളിലേക്ക് വരുന്നു. തങ്ങൾ അവരോട് സംസാരിക്കുന്നു, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നു, സാധുക്കളെ സഹായിക്കാൻ പ്രേരിപ്പിക്കുന്നു. ചില സഹാബികൾ കടന്നു വരികയാണ്, അവരുടെ വസ്ത്രം പൂർണ്ണമായി മറഞ്ഞിട്ടില്ല, തങ്ങളുടെ കണ്ണ് നിറയുന്നു, തങ്ങൾക്ക് അസ്വസ്ഥമാകുന്നു. ജനങ്ങൾക്ക് സേവനത്തിന് വേണ്ടി പരിശ്രമിക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനോടുകൂടി ഇൽമിന്റെ ഈ മുഹമ്മദി മദ്രസയിൽ ഇരുന്നുകൊണ്ട് രാഷ്ട്രീയ കാര്യങ്ങൾ നോക്കുമായിരുന്നു. ആരും തെറ്റിദ്ധരിക്കും, ഇന്നത്തെ അനന്ത രാഷ്ട്രീയമല്ല, മറിച്ച് ലോകത്തിന്റെ ഗതിവിഗതികൾ നോക്കുമായിരുന്നു. റോമയും പേർഷ്യയും തമ്മിൽ പോരാട്ടം നടത്തുകയാണ്. മക്കയിലുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്കും ഭയങ്കര ചിന്ത. റോമക്കാര് ക്രൈസ്തവരാണ്, പേർഷ്യക്കാര് അവർ മുശ്രിക്കീങ്ങളാണ്,
പക്ഷേ ഒരു ബന്ധവുമില്ലാത്ത നബിതങ്ങൾക്കും സഹാബാക്കൾക്കും ഭയങ്കരമായ ചിന്ത, ആവരാതി വേവരാതി, പടച്ചവനെ എന്തായിരിക്കും രാഷ്ട്രീയ അവസ്ഥകൾ, വലിയ ചിന്തകൾ. അവസാനം ഇതുമായി ബന്ധപ്പെട്ട് 2, 4, 6, 8 പേജ് നീണ്ട സൂറത്ത് റൂം അവതരിക്കുന്നു ഈ ഒരൊറ്റ വിഷയത്തിൽ. തങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, ഇപ്പം റോമ പരാജയപ്പെടും, അടുത്ത് തന്നെ വിജയിക്കും. തുടർന്നങ്ങോട്ട് വലിയ വിശദീകരണങ്ങൾ അല്ലാഹു തആല നടത്തുന്നു. രാഷ്ട്രീയ കാര്യങ്ങൾ പരിപൂർണമായി നോക്കുന്നു. ജനങ്ങളുടെ അവസ്ഥകൾ, കാലാവസ്ഥകൾ, ഇത് മുഴുവനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുന്നു. ചുരുക്കത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ പ്രത്യേകതയാണ്. ജാമിഉൽ കമാലാത്ത്, മംബഉൽ കമാലാത്ത്, സർവ്വ സമ്പൂർണതകളും ഒരുപോലെ സമ്മേളിച്ച വ്യക്തിത്വമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ഈ ഗുണം മഹാന്മാരായ സഹാബികൾക്കും പകർന്നു കൊടുത്തു. അത് നീണ്ടൊരു അധ്യായമാണ്. സഹാബികളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗുണങ്ങൾ മുഴുവനും കാണാൻ സാധിക്കും. പിൽക്കാലഘട്ടത്തിലുള്ള മഹാന്മാർക്ക് സഹാബികൾ പകർന്നു കൊടുത്തു. താബിഈങ്ങൾ എന്ന് പറയും. അവർ അടുത്തവർക്ക് പകർന്നു കൊടുത്തു. തബഉ താബിഈൻ എന്ന് പറയും. അവർ അടുത്തവർക്ക് പകർന്നു കൊടുത്തു. പിന്നീട് ജനങ്ങളുടെ ശേഷിയെല്ലാം കുറഞ്ഞപ്പോൾ ഇതിൽ ചില പ്രത്യേക കാര്യങ്ങൾ, ഉള്ളിലുള്ള പ്രത്യേക കാര്യങ്ങളിൽ ചില മഹാന്മാർ പ്രത്യേകം ശ്രദ്ധിച്ചുവെങ്കിലും മറ്റു കാര്യങ്ങളുമായിട്ടും അവർ ശ്രദ്ധിച്ചിരുന്നു. തഫ്സീറുമായിട്ടൊരു മഹാൻ ബന്ധപ്പെടുന്നു, അവർ മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. പക്ഷെ പ്രധാനമായിട്ട് തഫ്സീറിൽ, ഹദീസിൽ, ഫിഖ്ഹിൽ, തസ്കിയത്തിൽ, ദഅവത്തിൽ, ഇർഷാദിൽ പല കാര്യങ്ങളിലായിട്ട് ശ്രദ്ധിക്കുന്നെങ്കിലും, ഏതെങ്കിലും ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുന്നെങ്കിലും മുഴുവൻ കാര്യങ്ങളും അവർ ബഹുമാനിക്കുന്നുണ്ട്, ആദരിക്കുന്നുണ്ട്. ഈ നിലയിൽ മുമ്പോട്ട് നീങ്ങുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരങ്ങളെ അവസാന കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ പ്രത്യേക തീരുമാനം, അല്ലാഹു ഈ തെരഞ്ഞെടുപ്പ് പടച്ചവൻ നിലനിർത്തുമാറാകട്ടെ. ഹിജ്റ 600 ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മുഹമ്മദി വാഹക സംഘത്തിന്റെ കേന്ദ്രമായി ഇന്ത്യ മഹാരാജ്യത്തെ തെരഞ്ഞെടുത്തു. നമ്മുടെ മദ്രസയിൽ നിന്നും അടുത്ത് തന്നെ ഇൻഷാ അല്ലാഹ് ഇറങ്ങും ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ എന്ന ഗ്രന്ഥം. അതിൽ അല്ലാമ നദവി റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 600 ശേഷമുള്ള ഇസ്ലാമിക ലോകത്തിന്റെ കേന്ദ്രം ഇന്ത്യ രാജ്യത്തായ ചരിത്രം പറയുന്നുണ്ട്. ഷൈഖുൽ ഇസ്ലാം ഖാജ മുഈനുദ്ദീൻ ചിശ്തി റഹ്മത്തുള്ളാഹി അലൈഹി, ഖാജ ഖുതുബുദ്ദീൻ ബഖ്തിയാർ കാക്കി റഹ്മത്തുള്ളാഹി അലൈഹി, ഖാജ ഫരീദുദ്ദീൻ ഗഞ്ച് ശക്കർ റഹ്മത്തുള്ളാഹി അലൈഹി, കേരളം മുഴുവൻ അറിയപ്പെട്ട വ്യക്തിയാണ്. ഫരീദ് ഔലിയ എന്ന് പറയും. നമ്മളുടെ പരമ്പരയിലെ വലിയ മഹാനാണ്. തുടർന്ന് അതിനുശേഷം ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ റഹ്മത്തുള്ളാഹി അലൈഹി, ഈ മഹാന്മാർ ഇവിടെ ഇന്ത്യ കേന്ദ്രമാക്കിക്കൊണ്ട് പരിശ്രമം ആരംഭിച്ചു. ലോകത്ത് വേറെ എവിടെയില്ലെന്നല്ല, പക്ഷെ അള്ളാഹു കേന്ദ്രീയത ഇന്ത്യ രാജ്യത്തിന് നൽകുകയുണ്ടായി. പിന്നീട് ഹിജ്റ 1000 വർഷം പൂർത്തിയായപ്പോൾ ഇതേ ഇന്ത്യയിൽ ഒരു ഭയങ്കര നാശമുണ്ടായി. എല്ലാവരെയും കൂടി ഒരു തൊഴുത്തിൽ കെട്ടാനുള്ള പരിശ്രമം ഏക സിവിൽ കോഡ് എന്ന് പറഞ്ഞ്, അതായത് ഇസ്ലാമിനോട് കടുത്ത വെറുപ്പ്, ഇസ്ലാമിലില്ലാത്ത മുഴുവൻ കാര്യങ്ങളും പൊതു നിയമമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് നിയമമാക്കി. നമ്മൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് കേൾക്കണം, പറയണം. ഒരു മുസ്ലിം നാമധാരിയായിരുന്നു നടത്തിയത്. ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബർ. മുഹമ്മദ് എന്ന നാമത്തോട് കടുത്ത ദേഷ്യം. നിസ്കരിക്കാൻ പാടില്ല, സൂര്യാരാധന കൃത്യമായിട്ട് നടത്തണം, പശുവിനെ തൊട്ടുപോകരുത്. വലിയ ബഹളം ഇന്ത്യ രാജ്യത്ത് നടത്തി. പക്ഷേ മഹാന്മാർ ഒരിക്കലും സഹോദരങ്ങളെ അവർ പരാജയം സമ്മതിച്ചിരിക്കുകയില്ല. കൊല്ലപ്പെടും, അറുക്കപ്പെടും, മുറിക്കപ്പെടും, നഷ്ടപ്പെടും. പക്ഷേ അവർ വീണ്ടും പരിശ്രമവുമായി മുമ്പോട്ട് നീങ്ങും. അള്ളാഹുവിന്റെ പാവപ്പെട്ട അടിമ സർഹിന്ദിനെ കീറിയ പായിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്ന പരിശ്രമങ്ങൾ നടത്തി അദ്ദേഹത്തിന്റെ മക്കളത് ഏറ്റെടുത്തു. ഇതേ അക്ബറിന്റെ പീഠത്തിൽ ഏക സിവിൽ കോഡിന് പകരം ഇസ്ലാമിക ശരീഅത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഷ്കർത്താവായ മഹാനായ ഔറംഗസീബ് ആലംഗീർ റഹ്മത്തുള്ളാഹി അലൈഹി വരികയുണ്ടായി. അള്ളാഹുവിന് വലിയാണ്. അല്ലാമ ഇഖ്ബാൽ പറയുന്നുണ്ട്, ആൾക്കാർ മറ്റുള്ളവർക്ക് ഇങ്ങനെ സ്ഥാനപ്പേര് വെച്ചടിച്ചു കൊടുക്കാറുണ്ടെങ്കിലും സ്ഥാനപ്പേര് സൂക്ഷിച്ചു കൊടുക്കണം. ചുമ്മാതെ പേരിങ്ങനെ ഇടാൻ പാടില്ല. മുഹീദ്ദീൻ എന്ന നാമം എനിക്ക് ലോക ഇസ്ലാമിക ചരിത്രത്തിൽ രണ്ട് പേർക്ക് കൊടുക്കാനേ എന്റെ മനസ്സനുവദിക്കുന്നുള്ളൂ. ഒന്ന് സയ്യിദന അബ്ദുൽ ഖാദർ ജീലാനി, 2 മഹാനായ ഔറംഗസീബ് ആലംഗീർ. അല്ലാമ ഇഖ്ബാൽ മുഹീദ്ദീൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞിരുന്നത്. 50 വർഷം ഇന്ത്യ രാജ്യം ഭരിച്ചു.
ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇന്ത്യയല്ല, സിലോൺ അടക്കം, അഫ്ഗാനിസ്ഥാൻ അടക്കം, നേപ്പാള്, ബർമ മുഴുവനും അടങ്ങിയ ഇന്ത്യ മഹാരാജ 50 വർഷം ഭരിച്ചു. 50 വർഷം. പക്ഷേ ചരിത്രത്തിന് ദുഃഖകരമായൊരു കാര്യം, പല നല്ലവരുടെയും പിന്നിൽ അനർഹരായ ആളുകൾ വരും. അദ്ദേഹത്തിന് ശേഷം വന്ന ആളുകൾ തീർത്തും അനർഹരായിരുന്നു. 10 വർഷത്തിൽ 5 വർഷത്തിൽ 10 അധികാരികൾ ഡൽഹിയിൽ വരികയുണ്ടായി. അവരിൽ ഭൂരിഭാഗം പേര് കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ ജയിലിൽ അടയ്ക്കപ്പെട്ടു. ഈ രാജ്യം ഇത് അപകടത്തിന്റെ വഴിയിലേക്ക് പോയി. ടിപ്പു സുൽത്താനെ പോലെയുള്ള മഹാത്മാക്കൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി പരിശ്രമിച്ചെങ്കിലും സമുദായത്തിലെ ആളുകളെ തന്നെ വിലയ്ക്ക് മേടിച്ച് അവരെ വധിക്കുകയുണ്ടായി. അവസാനം ഇന്ത്യ രാജ്യം ബ്രിട്ടീഷുകാരുടെ കൈകളിലേക്ക് പോയി. പക്ഷേ മഹാന്മാർ അടങ്ങിയിരുന്നില്ല. അവർ വീണ്ടും പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. നീണ്ട പരിശ്രമങ്ങൾ. സയ്യിദ് അഹമ്മദ് ഷഹീദ് റഹ്മത്തുള്ളാഹിയുടെ നേതൃത്വത്തിൽ, ശേഷം മൗലാന മുഹമ്മദ് ഖാസിം നാനൂത്തബി റഹ്മത്തുള്ളാഹിയുടെ നേതൃത്വത്തിൽ, ശേഷം ഷെയ്ഖുൽ ഹിന്ദ് മൗലാന മഹ്മൂദ് ഹസൻ ദൈബന്ദിയുടെ നേതൃത്വത്തിൽ വിവിധ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. പക്ഷേ പരിശ്രമങ്ങളെല്ലാം ബാഹ്യമായി വലിയ പരാജയമായിരുന്നു. ഈ സമയത്ത് മഹാന്മാരെല്ലാവരും കൂടി ആലോചിച്ചു, എന്താണ് ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ ഇന്ത്യ രാജ്യത്തും ലോകത്തും ദീൻ നിലനിൽക്കുന്നതിന് നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതിനെന്ത് ചെയ്യണം? മഹാന്മാര് പറഞ്ഞു. അവർ പരസ്പരം ആലോചിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തർത്തീബിലേക്ക് മടങ്ങണം. നിരന്തര തർത്തീബുണ്ട്, പക്ഷേ ഇടക്കാലഘട്ടത്തിൽ കുറച്ച് മറ്റു കാര്യങ്ങൾ കൂടിപ്പോയി. ഇൽമിന്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട് ഒരു മദ്രസ സ്ഥാപിച്ച് അതിന്റെ തണലിൽ ഇരുന്നുകൊണ്ട് നാനാതരം പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കണം. അങ്ങനെ ദാറുൽ ദേവബന്ദ് സ്ഥാപിക്കപ്പെട്ടു. ഇന്ത്യ മുഴുവനും മദ്രസകൾ സ്ഥാപിക്കപ്പെട്ടു. ഇത് പണ്ടേ ഉണ്ട്, അതിനു മുമ്പുമുണ്ട്. പക്ഷെ ഇടക്കാലഘട്ടത്തിൽ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോൾ പിന്നീട് മഹാന്മാർ വീണ്ടും തിരിച്ചു വന്നു. ഇന്ത്യ മുഴുവനും മദ്രസകൾ സ്ഥാപിക്കപ്പെട്ടു. ദാറുൽ ദേവബന്ദ്, പിന്നീട് ബാഖിയാത്തു സാലിഹാത്ത് അതിനു മുമ്പാണെന്ന് പറയുന്നു. മഹാന്മാർ മത്സരിക്കുന്ന നന്മകൾക്ക് വേണ്ടി നദ്വത്തുൽ ഉലമ വിവിധ സ്ഥലങ്ങളിൽ മദ്രസകൾ സ്ഥാപിക്കപ്പെട്ടു. വീണ്ടും ആ മഹാന്മാർ ഇൽമിന്റെ കീഴിൽ നിന്നുകൊണ്ട് ഈ പറയപ്പെട്ടതുപോലെ നാനാതരം പരിശ്രമിച്ചു. വിവിധ പരിശ്രമങ്ങൾ. ഒരു ഭാഗത്ത് നന്നായിട്ട് പഠിക്കുന്നു. പിന്നീട് സഹോദരങ്ങളെ, ഇന്നേക്ക് ഏതാണ്ട് 100 വർഷം മുമ്പ് അവസ്ഥ കൂടുതൽ രൂക്ഷമായി, മഹാമോശമായി. ഒരു ഭാഗത്ത് ഇന്ത്യയിൽ എല്ലാ പരാജയം, മറുഭാഗത്ത് ലോക തലത്തിൽ വലിയ പരാജയം. ബ്രിട്ടീഷുകാർ ഗൂഢാലോചന നടത്തി ഇസ്ലാമിക ഖിലാഫത്തിനെ ഊതിക്കെടുത്തി. തുർക്കി അവിടെ ഇസ്ലാമിക ഖിലാഫത്തിന് പിടി തോണ്ടിയിട്ടു. മഹാന്മാരാലോചിച്ച് എന്ത് ചെയ്യണം? അവർ തീരുമാനിച്ചു, നമുക്ക് ബഹുജനങ്ങളെ എല്ലാം കൂട്ടത്തിൽ കൂട്ടി ഈ ആയുധങ്ങൾ എടുത്തുകൊണ്ടുള്ള പോരാട്ടത്തിന് പകരം നിരായുധമായൊരു പരിശ്രമം ആരംഭിക്കണം. ഇതിനു മുമ്പും അവർ അമുസ്ലിമീങ്ങളെ കൂട്ടിയിരുന്നെങ്കിലും ഇപ്പോൾ അമുസ്ലിമീങ്ങളെ കൂടുതൽ കൂട്ടിക്കൊണ്ട് ഒരു വലിയ പരിശ്രമം ആരംഭിച്ചു. 1919 ഈ ദാറുൽ ദേവബന്ദിന് കീഴിൽ ആരംഭിച്ച പരിശ്രമമാണ് മഹത്തായ ജമിയത്തുൽ ഉലമാ ഹിന്ദ് എന്ന് പറയുന്ന പരിശ്രമം. വേറെയും ധാരാളം പരിശ്രമങ്ങൾ ആ മഹാന്മാർ നടത്തുകയുണ്ടായി. ആ വഴിയിൽ ഉദയം ചെയ്ത പരിശ്രമമാണ് തബ്ലീഗിന്റെ പരിശ്രമം. വിവിധ പരിശ്രമങ്ങൾ, തസ്കിയത്തിന്റെ പരിശ്രമം പണ്ടേയുണ്ട്. വിവിധ പരിശ്രമങ്ങളുമായി അവർ മുമ്പോട്ട് പോയി. സഹോദരങ്ങൾ, ഇന്ത്യ സ്വതന്ത്രമായി. പക്ഷേ വലിയൊരു ക്രൂരത കാണിച്ചുകൊണ്ട് ഈ നാട്ടുകാരോട് ബ്രിട്ടീഷുകാർക്ക് ഏറ്റവും വിരോധമാണ്. ഒരിക്കലും ഈ നാട് നന്നാകാൻ പാടില്ല എന്നാണ് അവരുടെ ആഗ്രഹമെന്ന് അറിയിക്കുന്നൊരു പരിപാടി നടത്തിക്കൊണ്ടാണ് പോയത്. ഈ രാജ്യത്തിന് മുടിയിൽ നിന്ന് കുറച്ച് മുടിയും കാലിന്റെ അറ്റത്തിൽ നിന്നും കുറച്ച് അറ്റവും ഇസ്ലാം എന്ന പേരിൽ അവർ എഴുതി തന്നു. അതിനുശേഷം ഇവിടെ വലിയ കൊലയും ബഹളവും ഉണ്ടായി. പക്ഷേ മഹാന്മാര് അവർ അടങ്ങിയിരുന്നില്ല, അല്ലെങ്കിൽ അവർ പരാജയം സംബന്ധിച്ചില്ല. വീണ്ടും പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇന്ത്യയിൽ വലിയ കലാപങ്ങളുണ്ടായി. ശാന്തമായി പരിശ്രമിച്ചു. സഹോദരങ്ങളെ, ഇന്ന് അൽഹംദുലില്ലാഹ് ഒരു വിധത്തിൽ ദീനിന്റെ കാര്യങ്ങൾ നമ്മൾ വരെയും എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ഒരു പരമ്പരയിൽപ്പെട്ടൊരു എളിയ പരിശ്രമമാണ്, ഒന്നുമല്ല വെറും പേരിന്റെ പരിശ്രമമാണ് ഈ ദാറുൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ പരിശ്രമം കൊണ്ട് സഹോദരങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഒന്ന്, ഇവിടെ നന്നായിട്ട് ഇൽമ പഠിപ്പിക്കണം. നല്ല മിടുക്കന്മാരായ ആളുകൾ ഉണ്ടാകണം. അള്ളാഹു ഉസ്താദ് അമീമോനെ അനുഗ്രഹിക്കുമാറാകട്ടെ. മനസ്സിലുള്ളതിനേക്കാളും വ്യക്തമായിട്ട് പറഞ്ഞു, നല്ല നിലയിൽ ഖുർആനും ഹദീസും ഫിഖ്ഹും പഠിക്കണം. അതിനോടുകൂടി ഭാഷ പഠിക്കണം. മുഴുവൻ നല്ല മിടുക്കന്മാരായിട്ട് പഠിക്കണം.
ഞങ്ങൾക്കൊരിക്കലും കാഴ്ചപ്പാടില്ല എനിക്ക് ശേഷം പ്രളയം, ഞാൻ മാത്രം മതി, വേറെ ആരും വേണ്ട എന്നല്ല മഹാന്മാരുടെ ആഗ്രഹമാണ്. പടച്ചവനെ, എന്നേക്കാളും നല്ലവരാകണം എന്റെ മക്കൾ, എന്നേക്കാളും മിടുക്കന്മാരാകണം എന്റെ ശിഷ്യന്മാർ. ഞാൻ തുടങ്ങി വെക്കുന്ന നീണ്ട കഥ ഇതിനേക്കാളും സുന്ദരമായി എന്റെ മക്കളത് പൂർത്തീകരിക്കണം ആഗ്രഹമാണ്. നല്ല മിടുക്കന്മാരായ ആളുകളുണ്ടാകണം, നല്ല കഴിവുള്ളവരുണ്ടാകണം. അതിനോടുകൂടി തന്നെ വിവിധങ്ങളായ പരിശ്രമങ്ങൾ നടത്തണം. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറും ഒരു മദ്രസയല്ല, കുറെ കുട്ടികൾ പഠിക്കുക, കുറെ ഉസ്താദന്മാർ പഠിപ്പിക്കുക. അൽഹംദുലില്ലാഹ്, അത് പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. പക്ഷെ അതിനോടൊരു മറ്റു ലക്ഷ്യങ്ങളുമുണ്ട്. ഇത് ദഅവത്തിന്റെ കേന്ദ്രമാകണം, പ്രബോധനത്തിന്റെ കേന്ദ്രമാകണം. തബ്ലീഗിന്റെ പരിശ്രമം നന്നായിട്ട് നടക്കണം. ഞാൻ തുറന്നു പറയുന്നത്, ഇടയ്ക്ക് തബ്ലീഗിന്റെ പരിശ്രമത്തിൽ ചില ഭിന്നതകളൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ മദ്രസയ്ക്ക് അതുമായി യാതൊരു ബന്ധവുമില്ല. നിങ്ങൾക്ക് ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ട് കഴിയാം, അല്ലെങ്കിൽ ബന്ധപ്പെടാതിരിക്കുകയും ചെയ്യാം. പക്ഷെ ഒരു നിർബന്ധം ഈ മദ്രസയ്ക്കുണ്ട്, ആരും ആരെയും കുറ്റപ്പെടുത്താൻ പാടില്ല. നിങ്ങൾ വലത്ത് നിൽക്കിൻ, അല്ലെങ്കിൽ ഇടത്ത് നിൽക്കിൻ, രണ്ടിടത്ത് നിൽക്കാതിരിക്കും. കാരണം ദൈവത്തിന്റെ പരിശ്രമം ഇങ്ങനെ തന്നെയാണെന്ന് ഉരുട്ടാൻ വേണ്ടി നമുക്ക് നമ്മുടെ കയ്യിൽ വടിയൊന്നുമില്ല. നിങ്ങൾ വേറെ ദൈവത്തിന്റെ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കും. പക്ഷെ ആരും ആരെയും കുറ്റപ്പെടുത്താതിരിക്കും. കാരണം കുറ്റപ്പെടുത്തുന്നവർ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് തള്ളപ്പെടും. ഭിന്നതകൾ സ്വാഭാവികമാണ്. ഭിന്നതകളെ മുതലെടുക്കുകയും വളർത്തുകയും ചെയ്യുന്നവരെ കാലഘട്ടം കശക്കി എറിയുന്നതാണ്. സഹാബാക്കൾക്ക് ഭിന്നത വന്നു, കുറെ ആളുകൾ ചാടിക്കൊണ്ടിരുന്നു. ചാടിയവർ രണ്ട് ധ്രുവങ്ങളിലായി, ഷിയാക്കളായിട്ടും ഖവാരിജികളായിട്ടും. സഹാബാക്കൾ കെട്ടിപ്പിടിച്ച് മുമ്പോട്ട് പോയി. അതുകൊണ്ട് ഭിന്നത സ്വാഭാവികമാണ്. നമ്മളാരും അതുമായി ബന്ധപ്പെടരുത്. ഒന്നെങ്കിൽ അവിടെ പരിശ്രമിക്കും, ഇവിടെ പരിശ്രമിക്കും. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ആദരവ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാന്മാർക്ക് ചെറിയ ഭിന്നത വന്നു, അവരടുത്ത് തന്നെ കെട്ടിപ്പിടിക്കും. അവര് നമുക്ക് ഉറപ്പാണ്, ചരിത്ര സാക്ഷിയാണ്. മഹാന്മാരാണെങ്കിൽ കെട്ടിപ്പിടിച്ചിരിക്കും, പിടിക്കണം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മറ്റ് ദഅവത്തിന്റെ പരിശ്രമങ്ങളുമായി ബന്ധപ്പെട്ട് പരിശ്രമിക്കും. നമ്മുടെ മദ്രസയുമായി ബന്ധപ്പെട്ട് ധാരാളം പരിശ്രമമുണ്ട്. നിങ്ങൾ എല്ലാവരുടെയും സഹായം ആവശ്യമാണ്. ഇവിടെ അൽഹംദുലില്ലാഹ് സയ്യിദ് ഹസനി അക്കാദമി എന്ന് പറഞ്ഞ് ഈ സ്ഥാപനം തറക്കല്ലിട്ട മഹാന്റെ നാമത്തിൽ ദീനിയ രചനകൾ പ്രസിദ്ധീകരിക്കപ്പെടുന്നു. അത് ജനങ്ങളിൽ എത്തിക്കണം. നമുക്ക് പ്രത്യേക സംഘടനയില്ല, കൂട്ടായ്മയില്ല. നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരാണ് ഇതിന്റെ പ്രവർത്തകർ. ഇതിനെ മറ്റുള്ളവർക്ക് എത്തിക്കണം. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹം കൊണ്ടൊരു മഹാന്റെയും കൂട്ടുകാരുടെ നിരന്തര ദുആ കൊണ്ട് പരിശുദ്ധ ഖുർആന്റെ മലയാളത്തിലുള്ള ആശയം പൂർത്തീകരിക്കപ്പെട്ടു. അത് നിങ്ങൾ ഏറ്റുവാങ്ങണം, ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. വളരെ നല്ല നിലയിലാണ് പ്രിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അത് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. ഇങ്ങനെ ദഅവത്തിന്റെ വിവിധ പരിശ്രമങ്ങളുമായി നിങ്ങൾ ബന്ധപ്പെടും. അതുപോലെ സഹോദരങ്ങളുടെ തസ്കിയത്തിന്റെ പരിശ്രമവും ഈ സ്ഥാപനത്തിൽ നടക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. എല്ലാ ബുധനാഴ്ചയും സുബഹി നിസ്കാരം കഴിഞ്ഞ് ചെറിയ മജ്ലിസ് 15 മിനിറ്റ് നടക്കും. അതുപോലെ എല്ലാ ദിവസവും സുബഹി നമസ്കാരത്തിന് ശേഷം ഉറക്കെ ദിക്ർ ചെല്ലും. നിങ്ങൾക്ക് തലേന്ന് രാത്രി വരാം. ഉസ്താദന്മാരുമായി ബന്ധപ്പെട്ടാൽ കിടക്കാൻ സൗകര്യം ചെയ്തു തരും. ഇൻഷാ അല്ലാഹ് ഇവിടെ വരണം. നിങ്ങൾ ഇവിടെ വന്ന് പിറ്റേന്ന് രാവിലെ ആ ദിക്റിൽ പങ്കെടുക്കണം. മനസ്സിൽ വലിയ മാറ്റമുണ്ടാകും. ദിക്ർ രണ്ടു തരമുണ്ട്. ഒന്ന് ഇബാദത്തിന്റെ ദിക്റുണ്ട്, നമസ്കാരത്തിന് ശേഷം അസറിന് ശേഷം മറ്റും നടത്തപ്പെടുന്ന ദിക്ർ ഇബാദത്തിന്റെ ദിക്റാണ്. വേറെ ഒന്ന് ചികിത്സയുടെ ദിക്ർ. എന്റെ മനസ്സിൽ നിന്നും അല്ലാഹുവിന് എതിരായ മുഴുവൻ അവസ്ഥകളും മാറി പടച്ചവന് ഇഷ്ടപ്പെട്ട ഗുണങ്ങൾ മാത്രം ഉണ്ടാകണം. ഈ നിയ്യത്തിൽ ദിക്ർ ചെല്ലണം. സഹോദരങ്ങൾ, അങ്ങനെയാണ് തസ്കിയത്തിന് പരിശ്രമം നടക്കുന്നു. വലിയ വലിയ മഹാന്മാരതിന് നേതൃത്വം നൽകുന്നു. അല്ലാഹുവിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമ്മൾ മറ്റുള്ളവരെ പ്രേരിപ്പിച്ചയക്കണം, മറ്റു സഹോദരങ്ങളെ പ്രേരിപ്പിച്ചയക്കണം. ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷെ അർഹതപ്പെട്ട മറ്റുള്ളവർ കാണും. ഞാൻ മക്ക മുക്കറമയിൽ വെച്ച് എന്റെ ഒരു ആത്മസുഹൃത്തിനെ കാണുകയുണ്ടായ. അദ്ദേഹം അപകടം പിടിച്ചൊരു തരീഖത്തിൽ പോയി ഒരു കോലത്തിൽ നടക്കുന്നു. ഞാൻ അവിടെ ഇരുന്ന് സ്നേഹത്തിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം അവസാനം ഞാനുമായിട്ട് വളരെ അടുത്തു കഴിഞ്ഞ് പറഞ്ഞു, ഇയാളൊന്നും ചെയ്യാത്തത് കൊണ്ട് എനിക്കിങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെടേണ്ടി വന്നത്. ഞാനവിടെ ഐസായിട്ട് ഇരിക്കേണ്ടി വന്നു. അതുകൊണ്ട് തുറന്ന ഒരു കവാടമാണ്. നമുക്ക് വരാം, നിങ്ങൾ ആളുകളെ ഇങ്ങോട്ട് പറഞ്ഞയക്കും, അവർ വരട്ടെ. കാരണം ചില ചികിത്സകൾ ചിലർക്ക് ഇൽമ് പറ്റും, ചിലർക്കത് പറ്റില്ല, ദഅവത്ത് പറ്റും, ചിലർക്കത് പറ്റില്ല, തസ്കിയത്ത് പറ്റും, ചിലർക്കത് പറ്റില്ല, എഴുത്തും വായനയും. ഓരോ മേഖലയുമായിട്ട് നമ്മൾ അവരെ ബന്ധിപ്പിക്കും. ഇതുപോലെ സഹോദരങ്ങളെ, ഇവിടെ കൗൺസിലിംഗിന്റെ ലളിത പരിശ്രമം നടക്കുന്നുണ്ട്. കല്യാണത്തിന് വേണ്ടി ആളുകൾ തയ്യാറാകുമ്പോഴൊന്ന് അവരോട് പറയും. പിന്നെ ഉസ്താദന്മാരായിട്ടും കൂടെ ബന്ധപ്പെടും. ഒരു ദിവസം 2 ദിവസം അല്ലെങ്കിൽ ഒരു 4-5 മണിക്കൂർ നിങ്ങളൊന്ന് ഉസ്താദന്മാർ അരികിൽ പോയി ഇരിക്കും. ജീവിത കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും.
അതിൽ പങ്കെടുത്തൊരു സഹോദരൻ പറയുന്നുണ്ട്, 5 മണിക്കൂർ ഇവിടെ വന്ന് പങ്കെടുത്ത സഹോദരൻ പറഞ്ഞു, അൽഹംദുലില്ലാ, അതിന്റെ പുണ്യം കൊണ്ട് എന്റെ ദാമ്പത്യ ജീവിതം മര്യാദയ്ക്ക് നടക്കുന്നു. ഭയങ്കര അപകടമാണ്. വലിയ പ്രതീക്ഷയോടുകൂടി നടക്കുന്ന കല്യാണങ്ങൾ ഒരൊറ്റയടിക്ക് പൊളിയുകയാണ്. സഹോദരങ്ങളെ, പൊളിയുകയാണോ പൊളിക്കുകയാണോ നമ്മൾ ചിന്തിക്കണം. നമ്മൾ നമ്മുടെ മക്കളെ ഇതുമായി ബന്ധിപ്പിക്കാൻ. പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് ഇൻഷാ അല്ലാഹ് ഇവിടെ സൗകര്യം ചെയ്തു തരാം. അവരോട് ഇരുന്ന് കുറച്ചു നേരം വൈവാഹിക കാര്യങ്ങൾ പഠിക്കും, മനസ്സിലാക്കി. ദീനിയായ സംശയങ്ങൾ ഉണ്ടാകുന്നു, എഴുതി ചോദിക്കും. ഉസ്താദന്മാര് മറുപടി പറഞ്ഞു തരും. ഫത്വയുടെ സൗകര്യങ്ങളുണ്ട്. ഇങ്ങനെ അൽഹംദുലില്ലാഹ്. അതുപോലെ പ്രത്യേകിച്ചും ഈ അടുത്ത കാലഘട്ടത്തിൽ അള്ളാഹു തുറന്നു തന്ന വളരെ ഒരു മഹത്തായ കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമായ ഒരു സുന്നത്തും ഹയാത്താക്കാൻ സാധിച്ചു. പ്രളയമുണ്ടായി. നമ്മുടെ മദ്രസ കേന്ദ്രീകരിച്ച് ധാരാളം പരിശ്രമങ്ങൾ നടന്നു. ഉസ്താദുമാർ ഒഴിവ് സമയത്ത് മുത്തഅല്ലിമീങ്ങളെയും കൂട്ടിക്കൊണ്ട് വീടുകൾ വൃത്തിയാക്കുകയുണ്ടായി. അമുസ്ലിം സഹോദരങ്ങളുടെ വീടുകൾ ഇവിടെ നിന്ന് ദിവസവും വെള്ളം കൊണ്ടുപോകുന്ന അമുസ്ലിം സഹോദരങ്ങൾക്ക് വിതരണം ചെയ്യുന്നു. അവർ വളരെ സന്തോഷം പ്രകടിപ്പിക്കുന്നു. ഞങ്ങൾക്ക് വലിയ സന്തോഷം വന്നു. ഈ സ്ഥാപനങ്ങളിലേക്ക് ഹൈന്ദവരായ പുരുഷന്മാര്, സ്ത്രീകൾ, മുസ്ലിമീങ്ങളായ സഹോദരിമാർ വന്നാൽ കർശനമായ നിയമമാണ്, പർദ്ദ അണിഞ്ഞുകൊണ്ടേ വരാവുള്ളൂ. പെണ്ണുങ്ങൾ ആരെങ്കിലും ഉടുപ്പെല്ലാം തുറന്നിട്ട് വന്നാൽ ഞങ്ങളെ മനസ്സ് വേദനിക്കും. പക്ഷേ അമുസ്ലിമീങ്ങൾ വന്നാൽ അൽഹംദുലില്ലാഹ് വരട്ടെ, അവരിവിടെ വരുന്നു, തിണ്ണയിൽ ഇരിക്കുന്നു, സ്നേഹത്തോടുകൂടി സാധനം സ്വീകരിക്കുന്നു, അവർ വീടുകളിൽ കൊണ്ടുപോകുന്നു. വലിയ സേവന പ്രവർത്തനം നടക്കുകയുണ്ടായി. നിങ്ങൾ അതുമായും ബന്ധപ്പെടണം. അൽഹംദുലില്ലാഹ് സഹോദരങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നതിന്റെ 3 കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞു. അതുതന്നെയാണ് എനിക്ക് എന്നോട് നിങ്ങളോട് പറയാനുള്ളത്. ഒന്ന്, നമ്മൾ മനസ്സുകൊണ്ട് നമ്മളെല്ലാവരും ഇൻഷാ അല്ലാഹ് ആഗ്രഹിക്കണം, പടച്ചവൻ ഇത് കൂടുതൽ പ്രകാശിച്ച് നന്നായി കൂടുതൽ റാഹത്തോടെ ബർക്കത്തോടെ നടക്കണം. നമ്മൾ നിയത്തിയോടെ ഇൻഷാ അല്ലാഹ്. നിങ്ങളെല്ലാം മദ്രസയുടെ ആൾക്കാരാണ്, വല്ലാഹി ആൾക്കാരാണ്. നമ്മൾ ഏതാനും ആളുകൾ മാത്രമല്ല, മുത്തഅല്ലിമീങ്ങൾ മാത്രമല്ല, ഉസ്താദുമാർ മാത്രമല്ല, നിങ്ങളെല്ലാവരും ഇതിന്റെ ആൾക്കാരാണ്. ദാറുൽ ദേവബന്ദ് സ്ഥാപിക്കപ്പെട്ടു. പക്ഷെ ആ സമയത്തുണ്ടായ ലഹളയുടെ അടിസ്ഥാനത്തിൽ ഒരു മഹാൻ നാട് വിട്ട് മക്കാ മുക്കറമയിൽ പോയി. അത് അവിടെ കഴിയുകയാണ്. ഈ ദാറുലുമായി ബന്ധപ്പെട്ട് അവിടെ കുറച്ച് സേവനങ്ങളൊക്കെ ചെയ്യുന്നൊരു വ്യക്തി മക്കയിൽ ഹജ്ജിന് വേണ്ടി പോയപ്പോൾ അദ്ദേഹത്തോട് പറയുകയുണ്ടായി, ഇതുപോലെ ഞങ്ങൾ ദേവബന്ദിലൊരു മദ്രസ സ്ഥാപിച്ചിട്ടുണ്ട്, ഒന്ന് ഉസ്താദ് കാര്യമായിട്ട് ദുആ ചെയ്യണം. അദ്ദേഹം ഉടനെ കരഞ്ഞു. ഞങ്ങൾ മദ്രസ സ്ഥാപിച്ചു എന്ന് പറയുകയാണോ? നിങ്ങൾക്കറിയില്ല എത്രയോ ആളുകളാണ് തഹജ്ജുദ് സമയത്ത് സുജൂദിൽ കിടന്ന് നിലവിളിച്ചത്, പടച്ചവനെ, ഇന്ത്യ രാജ്യത്ത് ഇൽമും ദിക്റും ദഅവത്തും നിലനിൽക്കുന്നതിന് നീ ദീനിന്റെ സ്ഥാപനം ഹയാത്താക്കണമെന്ന് കരഞ്ഞ എത്രയോ ആളുകളുണ്ട്. അവരുടെ എല്ലാം ദുആയുടെ ബർക്കത്താണ്. ഞങ്ങളിവിടെ മക്കത്തിന് ദുആ ചെയ്തതിന്റെ ഫലമാണ്. ഇങ്ങനെ എല്ലാവരും കൂടി പരിശ്രമിച്ച് ഇയാൾ സുഖമായിട്ട് പറയും, ഞങ്ങളുണ്ടാക്കിയെന്ന് പറയുകയാണോ? മറിയാം മിണ്ടാതിരിക്കും, അള്ളാഹു ഉണ്ടാക്കിയെന്ന് പറയും. അതുകൊണ്ട് സഹോദരങ്ങൾ, നിങ്ങളെല്ലാം ഇതിന്റെ ആൾക്കാരാണ്. കാര്യമായി ദുആ ചെയ്യണം, കാര്യമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കണം. ആഗ്രഹിച്ചോളൂ ഇൻഷാ അല്ലാഹ്. രണ്ടാമതായി, നിങ്ങളെല്ലാവരും ദുആയിലെക്കണം. നിങ്ങളെ കഴിവിന്റെ നിങ്ങൾ ദുആയിൽ ഇതിനെ കൂടെ ഉൾപ്പെടുത്തണം. ദാറുൽ നദവത്തുൽ ഉലമയുടെ ഒരു സേവനത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ട സമയത്ത് അന്തം വിട്ടുകൊണ്ട് ചോദിച്ച് എന്ത് ചെയ്യാനാണ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഉടനെ വലിയൊരു മഹാൻ പറയുകയുണ്ടായി, ഇയാള് മര്യാദയ്ക്ക് ഈ സ്ഥാപനത്തിന് വേണ്ടി ദിവസവും കുറച്ചു നേരം ഇത് ദുആ ചെയ്ത് കഴിഞ്ഞാൽ ഈ മദ്രസയുള്ള ഹക്ക് പാലിച്ചയാളാകും. അതുകൊണ്ട് നമ്മൾ ദുആ ചെയ്യും സഹോദരങ്ങൾ. ദുആയ്ക്ക് വലിയ ഫലമാണ്. സഹോദരിമാര്, സഹോദരന്മാര്, പ്രത്യേകിച്ച് നിങ്ങൾക്ക് കരച്ചിൽ വരുമ്പോൾ, തഹജ്ജുദിന് എഴുന്നേൽക്കുമ്പോൾ ദുആ ചെയ്യും. വഖ്ത ദുആ ഹേ. ഭയങ്കര സങ്കീർണതകളാണ് വരാൻ പോകുന്നത്. അള്ളാഹു നേരിട്ട് ഇടപെടാതെ മനുഷ്യ കഴിവിൽപ്പെട്ട മുഴുവൻ അവസ്ഥകളും ബലഹീനമായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ദിവസവും ഓരോരോ കുരുക്കുകൾ, തെമ്മാടിത്തരങ്ങൾ സുന്ദരമായ ഭാഷയിൽ വരുന്നു. നന്മകൾ ഏറ്റവും പ്രധാനപ്പെട്ട തെറിവാചകങ്ങളായിട്ട് മാറ്റപ്പെടുന്നു ഈ രാജ്യത്ത്. സ്ഥാപനങ്ങളെ തുറച്ചു നോക്കുന്നു. വലിയ അപകടകരമായ കാര്യം. ഇന്നലെ ഒരു കൂട്ടുകാരൻ ഇരുന്ന് നമ്മളുടെ കേരളത്തിൽ നടക്കാൻ സാധ്യതയുള്ള അപകടങ്ങളെപ്പറ്റി പറഞ്ഞു. എന്റെ മനസ്സിന്റെ ഇടിപ്പിതായിട്ട് മാറിയിട്ടില്ല. പക്ഷേ നമ്മളെല്ലാവരും അള്ളാഹുവിനോട് കാര്യമായിട്ട് ദുആ ചെയ്താൽ വഫൗക തദ്ബീരിനാ ലില്ലാഹി തഖ്ദീറു, അള്ളാഹു തആലയ്ക്ക് വലിയ ശക്തിയുണ്ട്. പടച്ചവൻ ഇൻഷാ അല്ലാഹ് കാത്തിരിച്ചുകൊണ്ട് കാര്യമായിട്ട് ദുആ ചെയ്യണം. കാര്യമായിട്ട് ദുആ ചെയ്യണം. ഖുനൂത്തുൽ ദുആയിൽ നമ്മൾ മുഴുവൻ ഉമ്മത്തിനെയും മസ്ജിദുകളെയും മദ്രസകളെയും എല്ലാം മുമ്പിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്യണം. ഖുനൂത്ത് ആചാരമല്ല. എന്നാൽ ഞാൻ ഹനഫികളോട് പറയും, നിങ്ങൾ നാസിറത്തിന്റെ ഖുനൂത്ത് എന്ന നിലയിൽ നിങ്ങളും ആമീൻ പിടിക്കും.
ഖുനൂത്തിൽ ആമീൻ, അള്ളാഹുവിനോട് കാര്യമായിട്ട് ദുആ ചെയ്യും. ഇതാണ് ഒന്ന് നല്ല ആഗ്രഹം, രണ്ട് നമ്മൾ ദുആ ചെയ്യൽ, മൂന്ന് കഴിവിന്റെ പരമാവധി പരിശ്രമിക്കൽ. നിങ്ങളുടെ മക്കളെ അൽഹംദുലില്ലാഹ് ഏൽപ്പിച്ചു, ആ മക്കളെ ഇവിടെ ഉറപ്പിച്ച് നിർത്തി. വേറെയും മക്കളെ നിങ്ങൾ തശ്കീൽ ചെയ്ത് കൊണ്ടുവരും. നിങ്ങൾ ഒരിക്കലും ആലിമാവുകയില്ലായിരിക്കും, പക്ഷേ ആലിമീങ്ങളെ ഉണ്ടാക്കുന്നവരാകാൻ പറ്റും, ഹാഫിളീങ്ങളെ ഉണ്ടാക്കുന്നവരാകാൻ പറ്റും. നിങ്ങൾ ഇൻഷാ അല്ലാഹ് മദ്രസയിലെ കുട്ടികളെ കൊണ്ടുവരും, അവരെ മദ്രസയിൽ ഉറപ്പിച്ച് നിർത്തിൻ. മദ്രസയുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി കഴിവിന്റെ പരമാവധി സേവന സഹായം. ആര് കഴിവിന്റെ അപ്പുറം ചെയ്യേണ്ട. ഞാൻ തുറന്നു പറയാണ്, ഇവിടെ സാമ്പത്തിക കാര്യത്തെപ്പറ്റി പറയപ്പെടുകയുണ്ടായി. നിങ്ങളിൽ സാമ്പത്തിക ഞെരുക്കമുള്ള സഹോദരങ്ങൾ കാണും. സാമ്പത്തിക ഞെരുക്കമുള്ള ഒരു സഹോദരനും സഹോദരിയും ഒരു പൈസ പോലും ഇങ്ങോട്ട് തരണമെന്ന് ഞങ്ങൾ നിർബന്ധിക്കുകയേയില്ല. ശരിക്കും മനസ്സിലാക്കില്ല. ഹറാം എന്നാണ് എഴുതിയിരിക്കുന്നത്. മുഫ്തി മുഹമ്മദ് ഷഫീർ റഹ്മത്തുള്ളാഹി അലൈഹി മആരിഫുൽ ഖുർആനിൽ പറയുന്നുണ്ട്, ആരുടെയെങ്കിലും കഴിവിന്റെ അപ്പുറം സമ്മർദ്ദം കാണിച്ചാൽ അത് ഹറാമാണത്. പിന്നെ നമ്മൾ നിങ്ങളോട് പ്രേരിപ്പിക്കും, നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ നിങ്ങൾ ഒരു പൈസ പോലും തരണ്ട, പക്ഷെ നിങ്ങൾക്ക് ശുപാർശ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മുടെ ഈ സ്ഥാപനത്തിന് ഇന്നത്തെ വലിയൊരു പ്രശ്നം, ഒന്ന് എല്ലാവർക്കും പൊതുവിൽ ഞെരുക്കം, രണ്ട് വിശ്വാസവും വലിയൊരു പ്രശ്നമാണ്. ഈ സ്ഥാപനം കാണാത്തവർക്ക് ഈ സ്ഥാപനത്തിനെ പറ്റി വിശദീകരിച്ചാൽ പലപ്പോഴും മനസ്സിലാവുകയില്ല. ഇവിടെ ഇത്ര കുട്ടികളുണ്ട്, ഇത്ര ഉസ്താദന്മാരുണ്ട്, അതിന് ഇത്ര സമ്പത്തിന്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ പലർക്കും ഉൾക്കൊള്ളാൻ പോലും പറ്റുകയില്ല. അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹം, മഹാന്മാരുടെ ദുആ വല്ലാഹി ഈ സ്ഥാപനം ഇത്ര വളർന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ വിശ്വാസം വലിയ പ്രശ്നമാണ്. നിങ്ങൾ കുറച്ച് ആളുകളോട് നിങ്ങൾ പറഞ്ഞു, ഇതുപോലെ ഓച്ചറയിൽ ഞങ്ങളുടെ മക്കൾ പഠിക്കുന്നൊരു സ്ഥാപനമുണ്ട്, അല്ലെങ്കിൽ മരുമക്കൾ പഠിക്കുന്നൊരു സ്ഥാപനമുണ്ട്, അവിടെ സാമ്പത്തികമായിട്ട് കുറച്ച് ഞെരുക്കമാണ്, നിങ്ങൾ സഹായിച്ചാൽ കൊള്ളാം. നിങ്ങളുടെ മക്കളുടെ പേര് പറയുകയേ വേണ്ട. അൽഹംദുലില്ലാഹ് അവർ തയ്യാറായി. നിങ്ങൾ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ അവിടെ പോയി മേടിച്ചു കൊള്ളാം, പൈസ സന്തോഷത്തിൽ മേടിച്ചു കൊള്ളാം. ഇതുപോലെ സഹോദരങ്ങൾ, നിങ്ങൾ ഏതെങ്കിലും കല്യാണ വീടുകളിൽ പങ്കെടുക്കുന്നു, അവരോടൊന്ന് ശുപാർശ ചെയ്യും, തരട്ടെ ശുപാർശ ചെയ്യും. കുറച്ച് ആഹാരം നിങ്ങൾ മദ്രസയിലേക്ക് കൊടുക്കും. മരണവുമായി ബന്ധപ്പെട്ട് എത്ര പറഞ്ഞാലും ശരി കുറെ സമ്പത്ത് ചെലവാക്കും. അവരോട് സ്നേഹത്തിന് ഒരു ചാക്കരി നിങ്ങൾ അവിടെ കൊണ്ട് കൊടുക്കും. എന്നിട്ട് നിങ്ങളും കൂടി വാഹനത്തിൽ കയറി വരും, അവരെയും കൂടെ കൂട്ടത്തിരുത്തി ദുആ ചെയ്യും. ഇങ്ങനെ സഹോദരങ്ങൾ, നിങ്ങൾക്ക് അതുപോലെ തുറന്ന മസല നിങ്ങളോട് പറയുകയാണ്, സക്കാത്തിന്റെ പൈസ ഇതിന് തരാവുന്നതാണ്. ഇവിടെയുള്ള സാധുക്കളായ കുട്ടികളുടെ ഭാഗത്തു നിന്നും വക്കാലത്തിന്റെ രേഖ ഞങ്ങൾ എഴുതി മേടിച്ചിട്ടുണ്ട്. മഹാന്മാരെ ഉലമാക്കളുടെ ഫത്വയുണ്ട്. മൗലാ ഖാലിദ് സൈഫുല്ലാഹ് റഹ്മാനി അന്താരാഷ്ട്ര പണ്ഡിതന്റെ ലേഖനം ഞങ്ങൾ അൽ-ഹസനാത്തിൽ പ്രസിദ്ധീകരിച്ചു. കഴിഞ്ഞ റമദാൻ മാസത്തിൽ സക്കാത്തിന്റെ പൈസയും തരാം. വളരെ സൂക്ഷ്മമായി നമ്മൾ അതിനെ ഇതിൽ ചെലവഴിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ സക്കാത്തിന്റെ പൈസ കഴിക്കുന്ന ചിന്തയെ വരികയില്ല. സക്കാത്തിന്റെ പൈസ നിങ്ങൾ ഏറ്റുവാങ്ങി നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് മദ്രസയ്ക്ക് സദഖ ചെയ്യുന്ന കൂലിയാണ്. നിങ്ങൾക്ക് കൂലിയും കിട്ടും, സക്കാത്തിന്റെ വിഹിതം മാറുകയും ചെയ്യും. അതുകൊണ്ട് സക്കാത്തിന്റെ പൈസയും ഇതിന് ആൾക്കാരിൽ നിന്ന് ശുപാർശ ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങളെക്കൊണ്ട് സുഖമായിട്ട് നടക്കും. അതുകൊണ്ട് ഇൻഷാ ഈ രീതി നിങ്ങൾ എല്ലാവരും പരിശ്രമിച്ചാൽ, അതുപോലെ അൽഹംദുലില്ലാഹ് സഹോദരങ്ങളെ, ഞാൻ തുറന്നു പറയുന്നു, നമ്മുടെ ഈ മദ്രസ കേന്ദ്രമായിട്ട് കേരളത്തിൽ തന്നെ ഈ മദ്രസകളുടെ സംരക്ഷണത്തിന് വേണ്ടി, മസ്ജിദുകളുടെ സംരക്ഷണത്തിന്, ഇസ്ലാമിക ശരീഅത്തിന്റെ സംരക്ഷണത്തിന് വലിയ പോരാട്ടം നടത്തുന്ന പരിശ്രമമായ ജമിയത്തുൽ ഉലമാ ഹിന്ദിന്റെ പരിശ്രമം ആരംഭിച്ചിരിക്കുകയാണ്. ജമിയത്തുൽ ഉലമാ ഹിന്ദ് പണ്ഡിതന്മാരുടെ മേൽനോട്ടത്തിൽ പൊതുജനങ്ങളുടെ സംഘടനയാണ്, ബഹുജന സംഘടനയാണ്. പ്രായപൂർത്തിയായ മുഴുവൻ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും 2 രൂപ നൽകി 2 വർഷത്തേക്ക് ഇതിൽ അംഗമാകാൻ പറ്റും. എന്താണ് ഇതിന്റെ പരിശ്രമം? അഖിലേന്ത്യാ തലത്തിൽ പരിശ്രമം നടക്കുകയാണ്. അത് വിശദീകരിക്കാൻ ധാരാളം സമയം പിടിക്കും. അതിൽ ആകെ ചുരുക്കം ഇതാണ്: ഇസ്ലാമിക ശരീഅത്തിനെയും ഇസ്ലാമിക സ്ഥാപനങ്ങളെയും സംരക്ഷിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക, ജനങ്ങൾക്ക് സേവനം ചെയ്യുക. നമ്മുടെ ഇവിടെ ചെലവഴിച്ച സമ്പത്ത് ഞങ്ങളാരുടെയും പൈസയല്ല, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന സാധുക്കളുടെ സമ്പത്താണ് ജമിയത്ത് വഴിയായിട്ട് വന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഇൻഷാ അല്ലാഹ് കൊടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സാധുക്കളിൽ അമുസ്ലിമീങ്ങളുമുണ്ട്. 18 ലക്ഷം രൂപ അമുസ്ലിമീങ്ങൾ നൽകിയ സമ്പത്താണ് ഇവിടെ ചെലവഴിച്ചത്. 68 ലക്ഷം രൂപ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്ന് മാത്രമേ, അതിൽ 18 ലക്ഷം രൂപ അമുസ്ലിം സഹോദരങ്ങൾ നൽകിയ സമ്പത്താണ്. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തണം. ജമിയത്തിന് വലിയ വ്യവസ്ഥാപിതമായ പരിശ്രമമാണ്.
അതിൽ നിങ്ങൾക്ക് ശേഷിയുണ്ടാകും, നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് ജില്ലാ രീതിയിൽ തന്നെ പരിശ്രമങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഇൻഷാ അല്ലാഹ് അങ്ങാവണം, തയ്യാറല്ല ഇൻഷാ അല്ലാഹ്. പുറത്ത് നിങ്ങളുടെ അഡ്രസ്സ് ഒന്ന് എഴുതി കൊടുത്താൽ മതി. നമ്മൾ ഈ ചീട്ടില്ലാതായി നിങ്ങളുടെ മക്കളെ ആ ചീട്ട് ഏൽപ്പിക്കും. അബ്ദുൽ ഷുക്കൂർ, നൂർ മൻസിൽ, എറണാകുളം, നൂർ മൻസിൽ, കുഞ്ഞുനിക്കര, ആലുവ. വലിയ അഡ്രസ്സ് കൊണ്ട് ചെറിയ നിലയിൽ നിങ്ങളുടെ ഭാര്യമാരുടെയും അഡ്രസ്സ് എഴുതി കൊടുക്കണം. അതിന് 4 രൂപയും കൂടെ കൂട്ടത്തിൽ ഏൽപ്പിക്കണം. ഒരാൾക്ക് 2 രൂപ 2 വർഷത്തേക്ക്. തുറന്നു പറയാം, മഹാന്മാരുടെ ശൈലിയാണത്. 2 രൂപ ഫീസ് കൊടുത്ത് 2 വർഷത്തേക്ക്. അതിനുശേഷം ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീണ്ടും ഇതിന്റെ കാര്യം മുമ്പോട്ട് പോകും. ഇതിന്റെ വേദിയിൽ നടക്കുന്ന പരിശ്രമങ്ങൾ മുഴുവനും നമ്മൾ ഇൻഷാ അല്ലാഹ് പങ്കെടുത്തവരായിത്തീരും. ചുരുക്കത്തിലെ സഹോദരങ്ങൾ, ഇതാണ് എന്റെ ചെതറിത്തരച്ച വാചകങ്ങൾ. ഖൈറ് വല്ലത് വന്നെങ്കിൽ അള്ളാഹുവിനെ ശരിയാക്കുമാറാകട്ടെ, തെറ്റ് വല്ലത് വന്നെങ്കിൽ അള്ളാഹു മാപ്പാക്കുമാറാകട്ടെ. ഞാൻ എന്റെ മനസ്സിൽ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കാൻ ആഗ്രഹിച്ച കാര്യം, സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ആലിമുൽ കാമിൽ വൽ മുഅല്ലിമുൽ കാമിൽ, സമ്പൂർണ്ണ പണ്ഡിതനാണ്. തങ്ങളുടെ ജീവനം മുഴുവനും ഇഖ്റഇന്റെ മണിനാദത്തിന്റെ കീഴിൽ ഒതുങ്ങി നിന്നുകൊണ്ട് നാനാതരം പരിശ്രമങ്ങൾ നടത്തുകയുണ്ടായി. മഹാന്മാരായ സഹാബാക്കൾ, ഔലിയാക്കൾ, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, ഇന്ന് വരെയുമുള്ള ദീനിന്റെ പരിശ്രമങ്ങൾ മുഴുവൻ ഇതിന് കീഴെ നടന്നത്. അല്ലാമ നബിയുടെ വാക്കും കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ദീനിന്റെ പരിശ്രമമാകണമെങ്കിൽ മദ്രസയുമായി ബന്ധപ്പെട്ടിരിക്കണം. ഒരു പരിശ്രമം അത് ഹക്കാണ്, ബാത്തിലാണ് മനസ്സിലാക്കുന്ന വഴിയാണ്. ഈ പരിശ്രമത്തിന് ആലിമീങ്ങളുമായി മദ്രസയുമായി ബന്ധമുണ്ട്, അത് ഹക്കാണത്. ഈ പരിശ്രമത്തിന് ആലിമീങ്ങളുമായി മദ്രസയുമായി ബന്ധമില്ലാതെ തെറ്റാണത്. ഞങ്ങളുടെ ആലിമീങ്ങൾ ഒന്നുമല്ല, അവർ നിസ്സാരന്മാരാണ്, വലിയ പാപികളാണ്. പക്ഷേ ഈ സ്ഥാപനം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂന്തോട്ടമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മദ്രസകളുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു. ഈ മദ്രസ മാത്രമല്ല, നിങ്ങളുടെ നാട്ടിലുള്ള മദ്രസകൾ, വേറെ മദ്രസകൾ എല്ലാമായി നിങ്ങൾ ഇൻഷാ അല്ലാഹ് ബന്ധപ്പെടും. അള്ളാഹു നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇങ്ങനെ കഴിഞ്ഞാൽ അട്ട പോലെയുള്ള രക്തത്തിന്റെ അംശത്തിൽ നിന്നും വലിയ വലിയ മഹാന്മാരുണ്ടാകും. നമ്മളാരും ഇവരെ പീറക്കുട്ടികളായിട്ട് ദേഷ്യപ്പെടുമ്പോൾ ഓരോന്ന് വിളിച്ചു പറയുന്നേ ഉള്ളൂ. എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ ഞങ്ങളുടെ താരങ്ങളാണ്, മനസ്സിന്റെ സംഗീതമാണ്. നിങ്ങളെ പുറകിലോട്ട്, കൊച്ചുകുട്ടികളെ പുറകിൽ ഞാൻ പോയി ഇരുന്നിട്ട് നോക്കാറുണ്ട്. പടച്ചവന് നാളെ ഞങ്ങളുടെ ഖബറിന്റെ മോളിൽ കൂടി നടക്കേണ്ടവർ, നമ്മളെ വീട്ടിൽ കഴിയേണ്ടവർ, നമ്മളെ നാട്ടിൽ ഓടേണ്ടവർ. അള്ളാഹു ഇവരെല്ലാം കബൂലാക്കുമാറാകട്ടെ. നല്ല നിലയെ വളർന്നു വരും. മറുഭാഗം കല്ലാ, പടച്ചവന് പൊരുത്തമായ പടച്ചവന്റെ പൊരുത്തം ലക്ഷ്യം വെച്ച് പടച്ചവന് പൊരുത്തമായ കാര്യങ്ങൾ പഠിച്ചില്ല എങ്കിലോ മനുഷ്യന് വളയും. അബൂജഹൽ വളഞ്ഞതുപോലെ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അവന്റെ മുഴുവൻ തിന്മകളും ആ സൂറത്തിൽ ബാക്കി പറയുന്നു. നന്മ ചെയ്യില്ലെന്ന് മാത്രമല്ല, നന്മ ചെയ്യുന്നവരെ തടയും. കുറെ അലവലാതി കൂട്ടുകാരെയും പിടിച്ചിരിക്കും. അള്ളാഹു പറയുന്നു, ഞാനവരെ കൈകാര്യം ചെയ്യും. പഠിച്ചവൻ കൈകാര്യം ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ഇൽമുമായി ബന്ധപ്പെടും. അള്ളാഹു നമുക്ക് മദ്രസകളെ തണലിൽ കഴിയാൻ, അതിലായി ജീവിക്കാൻ, അതിലായി മരിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതിന് വിശാലമായ അർത്ഥത്തിൽ ഈ സ്ഥാപനത്തെയും എല്ലാ സ്ഥാപനങ്ങളെയും റഹ്മാനായ റബ്ബ് കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ജസാക്കുമുല്ലാഹു.